ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറി മറിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിജയിയെ തൊടാൻ പേടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രമാണ് ഇനിയും ശേഷിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വിജയിയെ തൊടാൻ ഭയക്കുന്നത്. എന്നാൽ മറ്റു ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള പേരും പറഞ്ഞു. അപ്പം എന്തായിരിക്കും ഇതിന് പിന്നിൽ? ഇതിൻ്റെ പിന്നിൽ നേരത്തെ തന്നെ DMK-യുടെ ഒരു വലിയ രാഷ്ട്രീയ കുതന്ത്രമുണ്ട് എന്നുള്ളത് പറഞ്ഞു വരുന്നതാണ്. അത് പക്ഷേ ആർക്കും ബോധ്യമായിട്ടില്ല. കാരണം അതത്ര സൂക്ഷ്മമായിട്ടാണ് നടത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ അത് ജുഡീഷ്യൽ എൻക്വയറി കഴിഞ്ഞാലേ പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ജുഡീഷ്യൽ എൻക്വയറി വെച്ചിരിക്കുന്നത് DMK ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് എന്ത് പുറത്തു വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, വിജയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം വെച്ച് തന്നെ അദ്ദേഹത്തിനെ അടിച്ചിരുത്തുക എന്നുള്ള ഒരു വലിയ കുതന്ത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഈ 92 ദിവസം നടക്കുന്ന നീണ്ടു നിൽക്കുന്ന ഓരോ സ്ഥലത്തെയുള്ള സമ്പർക്കം, ജനസമ്പർക്കം. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ കരൂരിൽ നടന്നത്. അപ്പം അതിൽ വേദി പോലും അദ്ദേഹം ആഗ്രഹിച്ചത് ലഭിച്ചില്ല. കുറച്ചുകൂടെ വിശാലമായ സ്ഥലം ചോദിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ കിട്ടിയിടത്ത് വെച്ച് തൃപ്തിപ്പെടേണ്ടി വന്നു. അവിടെ ആവശ്യത്തിന് പോലീസുകാരില്ലായിരുന്നു. അവിടെ മറ്റ് സൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു എന്നൊക്കെ TVK ടീം പറയുമ്പോൾ DMK പറയുന്നത് ഇത് മനഃപൂർവ്വം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പ്രശ്നമാക്കിയതാണ്. അതായത് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നതിന് വേണ്ടി 11 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്ന വിജയ് വളരെ താമസിച്ച് 7 മണിക്കാണ്, 7 മണി കഴിഞ്ഞാണ് സ്പോട്ടിലെത്തിയത്. അപ്പോൾ ആ സമയത്തേക്ക് അപ്പോൾ രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവരവിടെ നിൽക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ ക്ലൈമറ്റും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് നമുക്കറിയാം, അവിടെ വെള്ളം കിട്ടാൻ, അതുപോലെ കടകളെല്ലാം അടച്ചുപോയി. അപ്പോൾ വെള്ളം കിട്ടാനുള്ള മാർഗം പോലും ഇല്ല. ആൾക്കാർ തിക്കി നിറഞ്ഞുപോയി. ആ സന്ദർഭത്തിൽ പിന്നെ അവിടെ അവർക്ക് നിന്നിടത്ത് നിൽക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് ജാമായിപ്പോയി. അപ്പോൾ അതിനിടയിലേക്കാണ് പിന്നെ വിജയുടെ വാഹനം കൂടെ കയറി വന്നത്. അത് ആൾക്കാരെ കീറി മുറിച്ചുകൊണ്ടാണ് പോയത്. അത് പോലീസ് നിർത്താൻ പറഞ്ഞിടത്ത് നിർത്തിയില്ല, അതിൻ്റെ മുമ്പിലാണ് എന്നൊക്കെയാണ് DMK-യുടെ പരാതി. എന്നാൽ അതിൻ്റെ പുറകെ കുറേ പേര് കയറി വന്നു. ആ കയറി വന്നവരെല്ലാം കൂടെ ഈ ആൾക്കൂട്ടത്തിൽ വന്നതോടെ പൂർണ്ണമായും അവിടെ വലിയ ബഹളമായി, തിക്കും തിരക്കുമായി പോയി. ഇതിനിടയ്ക്ക് വെള്ളം ചോദിച്ചവർക്ക് കുപ്പി എറിഞ്ഞു കൊടുത്തപ്പോൾ അത് പിടിക്കാനായിട്ട് വീണ്ടും പ്രശ്നങ്ങളായി. പിന്നെ മരച്ചില്ല തകർന്നു വീണ് കുറേ പേര് മരിച്ചു, കുറേ പേർക്ക് അപകടം പറ്റി. അപ്പോൾ ഈ മൊത്തം ഇപ്പോൾ 41 മരണങ്ങൾ ആയിരിക്കുന്നു. ഇന്ന് രാവിലെ മറ്റൊന്നുകൂടി കേട്ടു. അതായത് അവിടുത്തെ കരൂരിലെ TVK-യുടെ ബ്രാഞ്ച് സെക്രട്ടറി ആത്മഹത്യ ചെയ്തിരിക്കുന്നു, മനംതൊന്ത്. കാരണം ഇത് DMK-യുടെ ഒരു ചതിയാണെന്നാണ് അദ്ദേഹം മരണക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളെ ചതിച്ചതാണ്, വിജയെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ സീനുണ്ടാക്കിയതാണ്. പോലീസിൻ്റെ സംരക്ഷണമില്ലായിരുന്നു, മറ്റ് സൗകര്യങ്ങളില്ലായിരുന്നു, കറണ്ട് പോയി, ലാത്തിച്ചാർജ് നടന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നതിന് എല്ലാത്തിൻ്റെയും കുറ്റം DMK-യിൽ ചുമത്തുന്ന വിധത്തിലാണ് അദ്ദേഹം ഇതൊന്നും സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും മരണമൊഴിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇതിനു വേണ്ടി അവിടെ DMK-യുടെ നേതൃത്വത്തിൽ ഈ പരിപാടി നശിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമാണ് സെന്തിൽ ബാലാജിയുടെ അഴിമതിയെക്കുറിച്ചുള്ള പ്രശ്നം സംസാരിച്ച അതേ നിമിഷം തന്നെ വിജയ്ക്ക് ചെരുപ്പേറ്, കല്ലേറ് ഒക്കെ വരികയാണ് ഉണ്ടായത്. ചെരുപ്പിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി തടുക്കാൻ നോക്കിയെങ്കിലും അതെല്ലാം അവിടെ വന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ആസൂത്രിതമായിട്ടാണ് ചെയ്തത്. പിന്നെ മറ്റൊന്ന് പറയുന്നത് DMK-യുടെ ആശുപത്രിയിൽ കൊടുത്ത ബോട്ടിലുകളിൽ DMK എന്ന് എഴുതിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് ഒരു ബോട്ടിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവർ പ്രീ പ്ലാൻഡ് ആയിരുന്നു, ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കാനെന്നൊക്കെയുള്ള രീതിയിലേക്കും ഇപ്പോൾ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി പൂർണ്ണമായിട്ടും അറിയണമെങ്കിൽ
ശരിയായ ഒരു എൻക്വയറി നടക്കണം. എന്നാൽ ആ എൻക്വയറിക്കുള്ള സാഹചര്യം ഇപ്പോൾ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് BJP ആയാലും TV ഒക്കെ ആയാലും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഒന്നുകിൽ പിന്നെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെച്ചിട്ട് മോർ ദാൻ 1 മെമ്പറുള്ള ഒരു കമ്മീഷനെ വെച്ചിട്ട് അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി CBI ഇത് അന്വേഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ തെളിഞ്ഞു വരേണ്ടതും ഉണ്ട്. പക്ഷേ ഈ വിജയെ തൊടാതിരിക്കുന്നതിൽ അവർക്ക് അല്പം ഭയം ഉണ്ടെന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും വിജയെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിജയ് പ്രതിക്കൂട്ടിലായ പോലെ നിൽക്കുന്ന ആ സീൻ മാറിയിട്ട് വിജയ് ഹീറോ ആയിട്ട് വീണ്ടും മാറും. അതാണ് DMK അല്ലെങ്കിൽ മറ്റ് കക്ഷികളെല്ലാം ഭയപ്പെടുന്നത്. ഒരു കക്ഷിയും, കോൺഗ്രസ് ഉൾപ്പെടെ ഒരു കക്ഷിയും പിന്നെ വിജയെ ഡയറക്റ്റായിട്ട് കുറ്റപ്പെടുന്നില്ലല്ലോ, വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ. വിജയ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനി അത് ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് ഇവർ ചെയ്യിക്കുമെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി വിജയെ വിളിക്കുക വരെ ചെയ്തു. അതെ. അതുപോലെ തന്നെ അണ്ണാമലയും BJPയുടെ അണ്ണാമലയും വിജയെ വളരെ തലോടിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. വിജയ് ഈ സാറ്റർഡേ ഇത് വെക്കാൻ പാടില്ലായിരുന്നു, വീക്കെൻഡിൽ വെക്കാൻ പാടില്ലായിരുന്നു, കുട്ടികളടക്കമുള്ളവർ വരുമെന്ന് അറിയേണ്ടതാണ് എന്ന് ഒരു ചെറിയ കൊട്ടു കൊടുത്തെങ്കിലും ബാക്കി മുഴുവൻ അദ്ദേഹത്തിനെ കവർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞു. വിജയ്ക്ക് അവിടെ വരാൻ അവകാശമുണ്ട്, വിജയെ കാണാൻ ജനങ്ങൾക്ക് വരാൻ അവകാശമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം ഒരുക്കേണ്ടത് പോലീസാണ്. പോലീസ് അത് ചെയ്തില്ല, ഡിസ്ട്രിക്ട് ഭരണകൂടം അത് ചെയ്തില്ല. അപ്പോൾ അത് രാഷ്ട്രീയം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോലീസും ഡിസ്ട്രിക്ട് ഭരണകൂടം എന്ന് പറഞ്ഞത്. അത് രണ്ടും വീക്കാണെന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റാലിൻ്റെ ഗവൺമെൻറ് ഭരണകൂടത്തിൻ്റെ മോശമാണെന്നുള്ളത് വരുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പോലീസ് ചീഫിനെ സസ്പെൻഡ് ചെയ്യണം, അവിടുത്തെ ഡിസ്ട്രിക്ട് ചീഫിനെ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടറെ സസ്പെൻഡ് ചെയ്യണം. എന്നിട്ട് ശക്തമായ ഒരു എൻക്വയറി നടത്തണം. അത് അദ്ദേഹം സ്റ്റാലിൻ തന്നെ വെക്കുന്ന കമ്മീഷൻ പോരാ, അല്ലെങ്കിൽ സ്റ്റാലിൻ ഗവൺമെൻറ് വെക്കുന്ന കമ്മീഷൻ പോരാ, ഹൈക്കോടതി വെക്കുന്ന കമ്മീഷൻ അയക്കണം, അല്ലെങ്കിൽ പിന്നെ CBI ആയിരിക്കണം എന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. അണ്ണാമലയും ഇതിനകത്ത് വിജയെ തൊടാൻ ശ്രമിച്ചിട്ടില്ല. വിജയെ അങ്ങ് ചെറിയ ഒരു കുറ്റപ്പെടുത്തലിലൂടെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അല്ല, വിജയെ കവചമൊരുക്കി കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം ഒരു ഭാവിയിലൊരു രാഷ്ട്രീയ സഖ്യം ആ രൂപം കൊള്ളാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയല്ലേ? തീർച്ചയായിട്ടും. ഇന്ത്യ പിന്നെ ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് കോൺഗ്രസ് അവിടെ ഗ്രിപ്പില്ലാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒരു താല്പര്യമുണ്ട്. വിജയെ പോലെ ഇത്രയും പിന്നെ ക്രൗഡ് പുള്ളറായ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വേണമെങ്കിലും നിൽക്കാം എന്നുള്ള ഒരു ശക്തി പരീക്ഷിക്കാനുള്ള മനസ്സ് കോൺഗ്രസിനുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന് അധികം സീറ്റൊന്നും DMK കൊടുക്കില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്. BJPക്കും ഇപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ട്. കാരണം ഈ അന്തരാള ഘട്ടത്തിൽ വിജയ് നമ്മുടെ കൂടെ വന്നേക്കാം. വിജയ് പിന്നെ നരേന്ദ്രമോദിക്കും BJPക്കും എതിരെ വലിയ ശക്തമായ ആക്രമണം നടത്തിയിരുന്ന ആളാണ്. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്ന ആളാണെങ്കിലും വിജയ് ഇപ്പോൾ തളർന്നിരിക്കുകയാണ്. വിജയും ഇപ്പോൾ CBI എൻക്വയറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം കേന്ദ്ര ഗവൺമെൻറ് എന്നെ ഒന്ന് സഹായിച്ചാൽ തെറ്റില്ല എന്നാണെന്ന് ഒരു സൂചനയും ഇട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ചേക്കേറാനും തയ്യാറാണെന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ BJP മുമ്പേ ഇത് ആവശ്യപ്പെട്ടിരുന്നതാണ് വിജയോട്, പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ പിന്നെ ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കുകയും ഈ ഇന്ത്യ മുന്നണിയും DMKയും ചേർന്ന് നിൽക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരായിട്ട് ആൻറ്റി ഇൻകംബൻസി അടക്കമുള്ള വോട്ടുകൾ നമ്മൾ ഭിന്നിപ്പിച്ച് കളയരുത്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് TVKയും അതുപോലെ തന്നെ BJPയും പിന്നെ അണ്ണാ DMKയും എല്ലാം കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ശക്തമായ മത്സരം നടത്തുകയാണ് വേണ്ടത്. എങ്കിൽ തീർച്ചയായിട്ടും ഭരണത്തിൽ വരാൻ കഴിയും എന്നൊക്കെയാണ്. ഇതൊരുപക്ഷേ ഒരു ധാരണയായേനെ എന്നും പലരും പറയുന്നു. അതിൽ വിജയ് ആവശ്യപ്പെട്ടത് ആദ്യത്തെ 2.5 വർഷം മുഖ്യമന്ത്രി സ്ഥാനമാണ്. ആ 2.5 വർഷം എന്ന് പറഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞാൽ പിന്നെ വിജയെ പിടിച്ചാൽ കിട്ടില്ല. താഴെ ഇറക്കാൻ പോയാൽ അന്നേരം ഇതുപോലെയായിരിക്കും, വലിയ ജനപിന്തുണയുള്ള ആളെന്നുള്ള നിലയ്ക്ക് പിന്നെ അത് ജനങ്ങൾക്ക് എതിരായി വരും. അപ്പോൾ പിന്നെ വിജയ് തുടരേണ്ടി വരും. അപ്പോൾ അതിൽ ഒരു തർക്കമൊക്കെ വന്നുകൊണ്ടാണ് അന്ന് സഖ്യം നടക്കാതെ പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. BJPക്കും ഇപ്പോൾ വിജയെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനം പിടിക്കേണ്ടത് BJPയുടെ ഒരു വലിയ ആവശ്യവുമാണ്.
അതിലേക്ക് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഈ DMK ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൈലേജ് അവർക്ക് നഷ്ടപ്പെടും. DMKക്ക് ശരിക്കും പറഞ്ഞാൽ മൈലേജ് ഇല്ല. ഇപ്പം ആന്റി ഇൻകംബൻസിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം കേരളത്തിൽ അതേ സമാന സ്ഥിതിയാണ്. സമാന സ്ഥിതിയല്ല, അതിൽ കുറച്ചുകൂടെ വഷളാണ്. കാരണം DMKയുടെ ഭരണത്തിൽ ഒരുപാട് പേർക്ക് അസംതൃപ്തിയുണ്ട്. ഇവിടെ ഈ പെൻഷനെങ്കിലും കൊടുത്ത് കുറേ പേർക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി, കുറേ തൃപ്തി പലർക്കും ഉണ്ടെങ്കിൽ അവിടെ അതുപോലും ഇല്ലാതെ പല ആൾക്കാർക്കും ഈ ഭരണത്തിനോട് വലിയ അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അവർക്കൊരു ആൾട്ടർനേറ്റീവ് ഇല്ല. ഇപ്പോൾ എടപ്പാടിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരുന്നതെന്ന് പറയുന്നതിനൊന്നും ജനങ്ങൾക്ക് അത്ര വലിയ താല്പര്യം ഇല്ല. അവർ ഏതാണ്ട് ക്ഷയിച്ച പോലെ, അത് ക്ഷയിച്ച പോലെയാണ്. അതൊരു സമരക്കൂടാരമായിരിക്കുകയാണ്. അതിനകത്ത് പരസ്പരം തമ്മിൽ തല്ലുന്ന ടീമുകളാണ് ഉള്ളത്. TV അതുപോലെ ദിനകരനായാലും പഴയ ജയലളിത തോഴി ഉൾപ്പെടെയുള്ളവർ, ശശികല ഉൾപ്പെടെയുള്ളവർ ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഒന്നിച്ചിനകത്തോട്ട് കയറാൻ, അതുപോലെ പനീർശെൽവം ഇവരൊക്കെ കൂടെ ഒന്നിച്ച് DMKയിലേക്ക് വരാനൊക്കെയുള്ള AIADMKയിലേക്ക് വരാനുള്ള ശ്രമം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ അതിനെല്ലാം ഒന്നിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. കാരണം ഇതെല്ലാം വിവിധ ധ്രുവങ്ങളിൽ നിന്ന് പരസ്പരം പോരടിക്കുന്നവരാണ്. ഇങ്ങനെയൊരു അരക്ഷിത കൂടാരമായിട്ടാണ് AIADMK നിൽക്കുന്നത്. AIADMKയുടെ ഒപ്പം നിന്നിരുന്നവർ വ്യത്യസ്തമായി നിൽക്കുന്നത്. ഇതൊക്കെ BJPക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. അതിനിടയ്ക്ക് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യം പോലെയാണ് വിജയുടെ തളർച്ച. അപ്പോൾ വിജയെ ഒന്ന് സംരക്ഷിച്ച് നിർത്തിയാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ്. വിജയ്ക്കും ഇപ്പോൾ വളരെ വെട്ടിലാകുന്ന ഒരവസ്ഥയാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങാനും വശക്കേടായിട്ട് വരികയും വിജയ് കുറ്റക്കാരനാണെന്ന് വരികയും ചെയ്താൽ ഈ ഇത്തരത്തിലുണ്ടാകുന്ന സ്റ്റാമ്പേഡുകൾക്കൊക്കെ വളരെ കടുത്ത ശിക്ഷകളാണുള്ളത്. അതിൻ്റെ കാരണക്കാരൻ ഇന്നയാളെന്ന കമ്മീഷനും പിന്നീട് നടക്കുന്ന വിചാരണയ്ക്കും ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ 10 വർഷം വരെ കഠിന തടവ്, ഈ 41 പേരുടെ മരണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള കഠിന തടവുകളൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. എന്തിന് 2 വർഷത്തിൽ കൂടുതൽ തടവ് വന്നാൽ തന്നെ അറിയാമല്ലോ, പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാവും. അതോടെ സിനിമയിലെയും ഗ്ലാമറും മറ്റു കാര്യങ്ങളൊക്കെ പോവും. വിജയ്ക്കും രാഷ്ട്രീയപരമായും സിനിമാപരമായിട്ടുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം താങ്കൾ പറഞ്ഞ പോലെ ഒരു വൈതരണിയിലാണ്, വഴിത്തിരിവിലാണ്. ഇത് അപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ സഖ്യം തമിഴ്നാട്ടിൽ 2026 രൂപം കൊള്ളുമെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണം. അത് വിജയ് എങ്ങോട്ട് ചാഞ്ചാടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. വിജയ് BJPയോട് ഒപ്പം നിൽക്കാനാണ് വിജയുടെ തീരുമാനമെങ്കിൽ വിജയ്ക്ക് മറ്റു മാർഗങ്ങളില്ല. സാധ്യത ഏതിന് പറയാൻ പറ്റും? അങ്ങനെ ഒരു ഇപ്പോഴത്തെ സാധ്യത വിജയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജയിലിൽ പോകാതിരിക്കാൻ ഉൾപ്പെടെ ഉള്ള സാധ്യത എന്ന് പറയുന്നത് നല്ലൊരു കമ്മീഷൻ റിപ്പോർട്ടായിരിക്കും. ആ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് CBI ഉൾപ്പെടെയുള്ളവർ വന്ന് നിഷ്പക്ഷമായിട്ടൊരു എൻക്വയറി നടത്തി അവിടുത്തെ ഫീൽഡിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരികയും വേണമെങ്കിൽ വിജയെ അതിൽ നിന്ന് മുക്തനാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയ്ക്ക് ഏറ്റവും ഗുണകരം അതായിരിക്കും. വിജയ് അതിന് ശ്രമിക്കുന്നതിനാണ് നീങ്ങുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും തമിഴ്നാട്ടിലുള്ളവർ പറയുന്നത്. പഴയ വിജയുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. വിജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റയ്ക്കിറങ്ങി കളിക്കാവുന്ന ഒരു സാധനമല്ല. അദ്ദേഹം പറഞ്ഞിരുന്നു, സിംഹം ഒറ്റയ്ക്ക് താൻ പോവും കാട്ടിൽ, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വേട്ടയാടി ഈ രാജാവായിട്ട് നടക്കും എന്നൊക്കെ അന്ന് വീമ്പിളക്കി സിനിമാ ഡയലോഗുകൾ ഇറക്കിയെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, രാഷ്ട്രീയ കാട്ടിൽ ഒരുപാട് ദുർഭൂതങ്ങളും മായാവികളുമൊക്കെ ഉണ്ട്. ആ മായാവികളുടെ മായാജാലത്തിൽ ഇതുപോലുള്ള അടികൾ പറ്റാം. ശരിക്കും പറഞ്ഞാൽ ഇത് വിജയെ ട്രാപ്പിലാക്കി എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഒരു വലിയ വിഭാഗം ജനത വിശ്വസിക്കുന്നത്. ഇതിങ്ങനെ ഒരു കൂട്ടക്കുരുതി വരുത്തി അതിലൂടെ വിജയുടെ എല്ലാ പ്രഭാവവും നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അതിജീവിക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ വിജയ്ക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ കരൂരിലേക്ക് വന്ന് ആശുപത്രി സന്ദർശിച്ച് അതൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനല്ലാത്തത് കൊണ്ട് വന്ന അപാകതയാണ്. പോലീസ് വിരട്ടിയാൽ പോലും അദ്ദേഹം അവിടെ വരേണ്ടതായിരുന്നു. എങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല, ഞാൻ എൻ്റെ അണികളെ എനിക്ക് എൻ്റെ ജീവന് തുല്യം കരുതുന്ന എൻ്റെ അണികളെ കാണാതെ, അവരിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാതെ, അവർക്ക് സാമ്പത്തികമായും മെഡിക്കലായും ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് മാറിയില്ല എന്ന് പറഞ്ഞ് വിജയ് അവിടെ നിൽക്കേണ്ടതായിരുന്നു. പോലീസ് ഒരുപക്ഷെ തടസ്സപ്പെടുത്തിയാലും അത്
ക്യാമറയിൽ ഉൾപ്പെടെ തീർച്ചയായിട്ടും വരുമല്ലോ. ആ സീനുകളെല്ലാം വന്നിരുന്നെങ്കിൽ വിജയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് സ്വയം കരകയറാനും കഴിഞ്ഞേനെ. പക്ഷേ അതിനുള്ള ഒരു രാഷ്ട്രീയ പക്വത വിജയ്ക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് പലരും നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഒരു കൂട്ട് ആവശ്യമായിരിക്കും. ആ കൂട്ടിന് BJP ആയിരിക്കും ഉപകരിക്കുക എന്നുള്ളതിലും പലരും വിജയ് ഇപ്പോൾ കാതിൽ മന്ത്രിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.